Dear students, today we are going to discuss the applications of op-amps, and we are using operational amplifiers in various operating characteristics. So one of the such circuit is the inverting amplifier. Then you can see the circuit for an inverting amplifier. Here we have one input voltage is applied here. At the inverting terminal we have applied the input voltage, so it is known as the inverting amplifier. Then one resistance Ri is connected in the input part, one RF resistor RF is connected to give the feedback from the output. This is the output terminal V out. Then this plus, then here you have to connect plus and minus terminal, that is understood. Plus terminal of the VCC and minus terminal, that also you have to draw. Then here this in non-inverting terminal it is grounded. So this is the circuit for an inverting amplifier. Now for this circuit, so it since the input this input voltage or input signal is applied at the inverting terminal, the output will be, it is 180 degree out of phase with the input. As compared to the input, the output will be 180 degree out of phase. ഇനി ഇവിടുത്തെ ഈ ഒരു സർക്യൂട്ടിൻ്റെ അനാലിസിസിന് നമുക്ക് ചില കാര്യങ്ങൾ അറിയേണ്ടത്. അപ്പോൾ നമുക്കറിയാം, ഒരു ഓപ്പാമ്പിൻ്റെ കേസിൽ ഇത് ദ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓഫ് ദീസ് ഓപ്പാമ്പ് ഈസ് infinity. That is, an op-amp has an infinite input resistance. Infinite input resistance alone, therefore there is no current flows from the inverting input, that is from the point A to the point B. That is, there is no current flow from A to B, and hence no voltage drop is there between A and B. സോ നമുക്ക് പൊതുവെ നമ്മളിപ്പം ട്രാൻസിസ്റ്ററിൻ്റെ 2 ലീഡ്സ് എടുക്കുകയാണെങ്കിൽ ആ 2 ലീഡ്സിൻ്റെ ഇടയ്ക്ക് ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് ഉണ്ടാവും. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇൻഫിനിറ്റ് ഇൻപുട്ട് ഇമ്പിഡൻസ് വരുന്നതുകൊണ്ട് ആ ഇൻവേർട്ടിംഗ് ടെർമിനലും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് വരുന്നില്ല. അതാണ് ഒരു ഓപ്പാമ്പിൻ്റെ കേസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണിത്. ദെൻ ദ നോൺ ഇൻവേർട്ടിംഗ് N ഈസ് ഗ്രൗണ്ടഡ്. അപ്പോൾ ഇവിടെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ടഡ് ആണ്. അതുകൊണ്ട് ദ വോൾട്ടേജ് അറ്റ് ദ ടെർമിനൽ ബി വിൽ ബി 0 ആയിരിക്കും. So there is no voltage drop. Since there is no voltage drop between inverting and non-inverting input, the voltage drop, they are at the same potential because there is no voltage drop between A and B. രണ്ടും ഒരേ പൊട്ടൻഷ്യൽ തന്നെ ആയിരിക്കും. സോ എ നമ്മൾ ഡയറക്റ്റ് ഇവിടെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിട്ടില്ലെങ്കിലും സിൻസ് ബി ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എയും നമുക്ക് എന്താണ്, എയിലെ വോൾട്ടേജ് നമുക്ക് ഫോർ യൂഷ്വൽ കേസ് അല്ലെങ്കിൽ ഫോർ പ്രാക്ടിക്കൽ പർപ്പസ് വി ക്യാൻ ടേക്ക് ദ വോൾട്ടേജ് അറ്റ് എ ഈസ് ആൾസോ 0. അപ്പോൾ ഇവിടെ ഈ ഒരു കോൺസെപ്റ്റിന്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് നോട്ട്, ദർ ഈസ് but it is not a direct connection. That is, the inverting end is also grounded, but it is not a direct connection to the ground. The 0 volt, ഇവിടെ എ നമ്മൾ ഡയറക്റ്റ് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിട്ടില്ല, പക്ഷേ എയിലുള്ള പൊട്ടൻഷ്യൽ 0 ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വരുന്ന നമുക്ക് കണക്ഷനെ നമ്മൾ പറയുന്നത് ദ 0 വോൾട്ട് അറ്റ് ദ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ ഈസ് റെഫേർഡ് ടു ആസ് വെർച്വൽ ഗ്രൗണ്ട് എന്നുള്ള കോൺസെപ്റ്റ്. അപ്പോൾ ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ദ കേസ് ഓഫ് ഓപ്പ്-ആമ്പ്, ദാറ്റ് ഈസ് ദ വെർച്വൽ ഗ്രൗണ്ട് കോൺസെപ്റ്റ്. So there is a virtual ground between the inverting and non-inverting. That is, the point A is said to be at a virtual ground. If VA is equal to 0, because of that VA is also equal to 0. Therefore no current flows to the inverting input. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ എന്ന് ബിയിലേക്ക് ഒരു കറണ്ട് ഫ്ലോ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിവിടെ ഈ ഒരു സോഴ്സിൽ നിന്ന് ഒരു കറണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു കേസിൽ ഒരു കറണ്ട് നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കറണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക ഹിയർ ഇറ്റ് ഈസ് എ ജംഗ്ഷൻ. ഈ ജംഗ്ഷനിൽ വെച്ചിട്ട് കറണ്ടിൻ്റെ ഒരു പാർട്ട് ഈ ഡയറക്ഷനിലും വരും, ഒരു പാർട്ട് ഈ ഡയറക്ഷനിലും വരും എന്നുള്ളൊരു അസംഷൻ. ഒരു ജംഗ്ഷനിൽ എത്തിക്കഴിയുമ്പോൾ കറണ്ട് ഡിവിഷൻ നടക്കും. പക്ഷേ ഇവിടെ ദർ ഇസ് നോ ചാൻസ് ഓഫ് കറണ്ട് ഫ്ലോയിങ് ഫ്രം എ ടു ബി ആയതുകൊണ്ട് നമുക്ക് വാട്ട് എവർ കറണ്ട് ഫ്ലോസ് ത്രൂ ആർ ഐ,
അത് തന്നെയായിരിക്കും നമുക്ക് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ടാവുക, ആർ എഫിലൂടെയും ഫ്ലോ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളൊരു ബേസിക് കേസ്. അതായത് ഇവിടെ ഈ ഒരു കേസിൽ നമുക്ക് എ ടു ബി എന്തില്ല, ഒരു കറണ്ട് ഫ്ലോ നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഐ എന്ന് പറയുന്നത്, അല്ലെ ഐ എന്ന് പറയുന്നതും ഐ എഫ് എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. ഐ ഇൻ വിൽ ബി ഈക്വൽ ടു ഐ എഫ് ബിക്കോസ് ഓഫ് ദിസ് വെർച്വൽ ഗ്രൗണ്ട് കോൺസെപ്റ്റ്. ഇതാണ് ഒരു ഓപ്പാമ്പിൻ്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഇനി അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ്, അതുപോലെ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഡിഫറെൻറ്റ് കേസസ് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടിയൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഐ എഫ് ഇസ് ഈക്വൽ ടു ഐ എന്ന് പറയും. ഇനി ഐ ഇന്നിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സർക്യൂട്ടാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഇവിടെ ഇത് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ നമുക്ക് വി സിഗ്നൽ കാണിച്ചിട്ടുണ്ട്, നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്കിനി വേണ്ടത് ഐ ഇൻ എന്ന് പറയുന്ന ഈ ഒരു കറണ്ടിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഐ ഇൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ്, ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വി എന്ന് പറയുന്ന വോൾട്ടേജാണ്, ഇവിടുത്തെ വോൾട്ടേജ് വി എ ആണ്. അപ്പോൾ രണ്ട് ടെർമിനലിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടെർമിനലിൽ വി ഇനും ഒരു ടെർമിനലിൽ വി എ എന്ന് പറയുന്ന വോൾട്ടേജും. സോ വോൾട്ടേജ് അക്രോസ് ദീസ് ആർ ഐ വിൽ ബി ഈക്വൽ ടു വി ഇൻ മൈനസ് വി എ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, അതിലൂടെയുള്ള കറണ്ട് ഫ്ലോ ആയിരിക്കും. സോ ദ എക്സ്പ്രഷൻ ഫോർ ഐ ഇൻ ഈസ് ഈക്വൽ ടു വി ഇൻ മൈനസ് വി എ ഡിവൈഡഡ് ബൈ ആർ ഐ. നൗ വി എക്ക് നമുക്ക് 0 വോൾട്ട് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെർഫോർ ഐ ഇൻ ഈസ് ഈക്വൽ ടു വി ഇൻ ഡിവൈഡഡ് ബൈ ആർ ഐ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണ്. ഐ ഇൻ ഈസ് ഈക്വൽ ടു വി ഇൻ ഡിവൈഡഡ് ബൈ ആർ ഐ എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ഇക്വേഷനായിട്ട് എടുക്കാൻ പറ്റും. അത് സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമിലർലി നമ്മൾ ഐ എഫ് എന്ന് പറയുന്ന ഐ എഫ് എന്ന് പറയുന്ന കറണ്ടിൻ്റെ ഇക്വേഷൻ നോക്കുകയാണ്. ഐ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും, ഇവിടുത്തെ ഈ കേസിൽ ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് കറണ്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇവിടെ വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജാണ്. ഇവിടെ ഈ ടെർമിനലിൽ വരുന്ന വോൾട്ടേജ് വി എന്ന് പറയുന്ന വോൾട്ടേജാണ്. സോ വോൾട്ടേജ് അക്രോസ് ആർ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is equal to VA minus V out ആയിരിക്കും. So the voltage across this RF will be is equal to VA minus V out. അതിനെ ആ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ആർ എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഐ എഫ് ആയിരിക്കും. സോ അഗെയിൻ ഹിയർ നമുക്ക് വി എ എന്ന് പറഞ്ഞാൽ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ ഐ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് വി ഔട്ട് ഡിവൈഡഡ് ബൈ ആർ എഫ് എന്ന് പറയാൻ പറ്റും. ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഐ എഫ് ഇസ് ഈക്വൽ ടു ഐ ഇന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. മൈനസ് വി ഔട്ട് ഡിവൈഡഡ് ബൈ ആർ എഫ് ഇസ് ഈക്വൽ ടു വി ഇൻ ഡിവൈഡഡ് ബൈ ആർ ഐ എന്ന് പറയുന്ന എക്സ്പ്രഷൻ കിട്ടും. അതും നമുക്ക് വി ഔട്ട് ഡിവൈഡഡ് ബൈ വി ഇൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ആർ എഫ് ഡിവൈഡഡ് ബൈ ആർ ഐ എന്നുള്ള ഈ ഫോം കിട്ടും. സോ വി ഔട്ട് ബൈ വി ഇൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ടു ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ വോൾട്ടേജ് ഗെയിൻ ഇൻ ദ കേസ് ഓഫ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. സോ ദ എക്സ്പ്രഷൻ ഫോർ gain of the amplifier, closed loop voltage gain in the case of a non-inverting amplifier, that is equal to minus RF divided by RI. അപ്പോൾ ഇവിടെ ഈ നെഗറ്റീവ് സൈൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള ഇൻവേർട്ടിംഗ് ഇൻപുട്ടിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് വിൽ ബി 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. അതുപോലെ ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ ആണ്, ബിക്കോസ് ദർ ഇസ് എ ഫീഡ്ബാക്ക്. ദ ഫീഡ്ബാക്ക് ഈസ് പ്രൊവൈഡഡ് ബൈ ദ റെസിസ്റ്റൻസ് ആർ എഫ്. ഇനി ദ ക്ലോസ്ഡ് ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ഓപ്പ് ആംപ്സ്. ഇതിൽ നമുക്ക് ക്ലോസ് ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ എപ്പോഴും ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ഓപ്പ് ആംപ്സ് ഇൻറ്റേർണൽ ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ. ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിനും ക്ലോസ് ലൂപ്പ് വോൾട്ടേജ് ഗെയിനും തമ്മിൽ ഒരു റിലേഷൻ നമുക്ക് ഇല്ല. സോ ഇറ്റ് ഈസ് എൻറ്റയർലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടു റെസിസ്റ്റേഴ്സ് ആർ എഫ് ആൻഡ്
RI ഈ RFൻ്റെ RIൻ്റെ വാല്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഗെയിന് ഡിഫറെൻറ്റ് രീതിയിൽ മാറ്റാൻ പറ്റും. അതായത് RFും RIയും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഗെയിന് ഇൻ യൂണിറ്റി ആയിരിക്കും. ആ കേസിൽ ഇഫ് ദിസ് ഈസ് ദ ഇൻപുട്ട് ദിസ് വിൽ ബി ദ ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും ബട്ട് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ്. സപ്പോസ് നമുക്കൊരു 10 ടൈംസ് ഇൻക്രീസ് ഇൻ ഗെയിൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി വെച്ചാൽ RF 10K വെച്ച് കഴിഞ്ഞിട്ട് R1 നമുക്ക് അല്ലെങ്കിൽ RI നമുക്കൊരു 1K കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 10 ടൈംസ് ഗ്രേറ്റർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ, ഈ ഒരു കാര്യം നിങ്ങൾ ലാബിൽ ചെയ്ത് നമുക്ക് വെരിഫൈ ചെയ്യാനുള്ളതാണ്. വി വിൽ മെഷർ തിയററ്റിക്കലി ദ വാല്യൂ ഓഫ് ദി വോൾട്ടേജ് ഗെയിൻ by putting different values for the resistors, and also we will experimentally look into the output voltage and input voltage using CRO. Then we can verify whether this equation is valid. We can verify this equation. So that is about the inverting amplifier. Next we have to discuss about the input and output impedance of an inverting amplifier. As we know, the input impedance of an op-amp is very high, but if we converted it into an inverting amplifier, it does not have much impedance. It does not have much impedance. Then it is because the input voltage source encounter a resistor RI only, and that is also going to ground. Thus the input resistor impedance of an inverting amplifier is ZI is equal to RI. So the input impedance of the inverting amplifier, that is ZI is equal to RI. Only this part RI is appeared in the input resistance. So similarly we can see what is the output impedance. Output impedance is low, we know already. So suppose we take the Z out. So Z out will appear here, and this RF is here. So always for the output part, Z out will appear in parallel to RF. Z out will be appear in parallel to RF. Therefore the resultant impedance, output impedance, total Z in Z out will be equal to, as in the case of an inverting amplifier, it will be the parallel combination of Z out and RF. Therefore it is much less than Z out. So because of this feedback, already we know that if suppose we use a negative feedback, the output impedance of the amplifier will be reduced to a great extent. So here also the output impedance, although it is small, it is again reduced by the parallel combination of Z out and RF. Then next we can see a problem related to this. In this case we have to find out the output voltage for the circuit shown below. So in this case RF we can write it as 100K, 100 kilo ohm. RF you can see here, that is RF is equal to 100 kilo ohm. Then RI is equal to 10 kilo ohm. So we have the expression for closed loop voltage gain, that is equal to minus RF by RI, that is equal to minus 10. Kilo ohm and kilo ohm both are equal. So 100 divided by 10. So it is equal to minus 10. Then and now here we have to find out what is the output voltage. So here the input voltage is 100 millivolt. So the output voltage is A into Vi. Since A is equal to V out divided by V in, so V out is equal to A into V in. So it is minus 10 into 100 millivolt. So that is equal to minus 1 volt. So suppose we take the magnitude of this output voltage, it will be 1 volt, and the phase will be minus 180 degree out of phase with the input. So if you plot a graph, it will be like this. It is again it is 10 times amplified output at the op-amp output. Okay, so that is about the op-amp inverting amplifier.